17ഓളം പുതിയ മിനി പോർട്ടുകളാണ് ഈ മിഷൻ സമുദ്ര വിഭാവനം ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ പൊന്നാനി പോർട്ട്. കേരളത്തിലെ 600 കിലോമീറ്റർ ആണല്ലോ കേരളത്തിന്റെ തീരം എന്ന് നമ്മൾ കണക്കാക്കുന്നത്. ഈ 600 കിലോമീറ്ററിൽ ഇപ്പൊ തന്നെ 2 അന്താരാഷ്ട്ര സീപോർട്ടുകളുണ്ട്. ഒന്ന് വല്ലാർപാടവും വിഴിഞ്ഞവും 17ഓളം പ്രധാനപ്പെട്ട ഫിഷിംഗ് ഹാർബറുകളോ പോർട്ടുകളോ ഉണ്ട്. 185ഓളം ഫിഷ് ലാൻഡിംഗ് സെൻ്ററുകളുണ്ട്. 1800ഓളം അനൗപചാരിക ഇൻഫോർമലായിട്ടുള്ള വള്ളങ്ങൾ എടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഇത് നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ ഹാർബറുകൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ അഴിമുഖങ്ങളിലും പൊഴിമുഖങ്ങളിലും സ്ഥാപിക്കുക എന്നാണ് വരിക. ഈ അഴിമുഖങ്ങളിലൂടെ പൊഴിമുഖങ്ങളും സ്ഥാപിക്കുന്നതിലൂടെ ഈ നമ്മളുടെ ഉൾനാടൻ ജലാശയങ്ങളിലേക്ക് ലവണാംശം കയറുക എന്നാണ് അർത്ഥം. ലവണാംശം കയറിയാലുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ pH വാല്യൂവിൽ മാറ്റം വരിക എന്നാണ്. ജീവിവർഗങ്ങളിൽ മാറ്റം വരിക എന്നാണ്. സൂക്ഷ്മ ജീവി ലോകം, സൂക്ഷ്മാണു ലോകത്തിൽ മാറ്റം വരിക എന്നാണ് അർത്ഥം. ബാക്ടീരിയ, വൈറസ്, ഈക്കോളി, അതും ഇത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇതിനൊക്കെ മാറ്റം വരിക എന്നാണ്. നമ്മുടെ ഒരു ശാസ്ത്ര പണ്ഡിതനാണ് നമ്മുടെ സുധീഷ് ശേഷാദ്രി. വലിയ മാനേജ്മെൻറ്റ് വിദഗ്ധനാണ്. വളരെ മൾട്ടിപ്പിൾ ഡിസിപ്ലിനുകളിൽ വലിയ അവഗാഹമുള്ള ഒരാളാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് തുടർന്നാൽ കേരളത്തിൻ്റെ മുഴുവൻ ഇൻലാൻഡ് വാട്ടേഴ്സും ബാക്ക് വാട്ടേഴ്സും കണ്ടാമിനേറ്റഡ് ആകും എന്നാണ് പറയുന്നത്. മലീമസമായിത്തീരും എന്നാണ് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ ഈ ഹാർബറുകൾ പണിയാനോ പോർട്ടുകൾ പണിയാനോ ഉള്ള സൗകര്യം കേരള തീരത്തില്ല. പിന്നെ ഇത് പണിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പുലിമുട്ടുകൾ പണിഞ്ഞിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു വിഴിഞ്ഞം പുലിമുട്ടുണ്ട്. 8 കിലോമീറ്റർ നീളമാണ് വിഴിഞ്ഞം പുലിമുട്ടിന് ആകെയുള്ളത്. ഇതിന് തെക്ക് വശത്ത് ആണ് മണൽ അടിയുന്നത്. അപ്പോൾ അവിടെ ഈ മുതലപ്പൊഴി എന്ന് പറയുന്ന മറ്റൊരു ഫിഷിംഗ് ഹാർബറും അതിനോട് ചേർന്നുണ്ട്. മുതലപ്പൊഴിയിൽ നിരന്തരം ഇപ്പോഴും അവിടെ അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കും. ശംഖുമുഖം എന്ന് പറയുന്ന വളരെ മനോഹരമായൊരു ബീച്ചായിരുന്നു നമ്മൾ. ആ ബീച്ച് ഇല്ലാതായി, തകർന്നു പോയി. അപ്പോൾ നമ്മളുടെ ഈ നമ്മുടെ കേരള തീരത്തോട് ചേർന്നൊരു ഉഷ്ണജല പ്രവാഹമുണ്ട്. അതുപോലെ തന്നെ ഒരു ലിറ്ററൽ ഡ്രിഫ്റ്റ് ഉണ്ട്. ഒരു തീരദേശ ഒരു മണൽ സഞ്ചാരമുണ്ട്. അത് തെക്ക് നിന്ന് വടക്കോട്ടാണ് അത് ഉള്ളത്. അപ്പോൾ ഇത് തടയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുലിമുട്ടുകൾ മൂലം ഇത് തടയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്ത് നിക്ഷേപം ഉണ്ടാവുകയും മറുവശത്ത് നിക്ഷേപം ഇല്ലാതാവുകയും ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ അത് അവിടെ കരനഷ്ടം ഉണ്ടാകും. അപ്പോൾ ഈ തീരത്തിൻ്റെ ഈ ബാലൻസ് നഷ്ടപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞൊരു സെഡിമെൻ്റ് ബഡ്ജറ്റ്, ആ ഒരു ലോകോത്തരമായൊരു നിക്ഷേപ പ്രക്രിയ, 41 നദികൾ ചേർന്ന് കൊണ്ടുവരുന്ന ഈ ജൈവാംശങ്ങളും ഈ മിനറൽസും മണലും എല്ലാം കൂടെ ചേർന്ന് അതിന്മേൽ കടൽ പ്രതിപ്രവർത്തിച്ചുണ്ടാകുന്നു. കടൽ ഇൻ്ററാക്ട് ചെയ്യും, തിരമാലകൾ ഇൻ്ററാക്ട് ചെയ്യും, വേലിയേറ്റങ്ങൾ ഇൻ്ററാക്ട് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാകുന്ന ഒരു പാറ്റൽ പ്രക്രിയ, അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ടൊരു തള്ളൽ. അപ്പോൾ അങ്ങനെ ഒരു സെഡിമെൻറ്റേഷൻ നടക്കുന്നുണ്ട് നമ്മുടെ തീരത്ത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈ സെഡിമെൻറ്റേഷൻ പ്രക്രിയക്ക് തടസ്സം ഉണ്ടാവുകയാണ് ചെയ്യുക. ലോകത്ത് ഹാർബറുകൾ ഇല്ലാത്തത് കൊണ്ട്
ഏതെങ്കിലും ഒരു രാജ്യം വികസിക്കാതെ പോയിട്ട്. സിംഗപ്പൂരാണ് ഇവർ മാതൃകയായിട്ട് പറയുന്നത്. തീർച്ചയായിട്ടും സിംഗപ്പൂരിൻ്റെ GDP കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിംഗപ്പൂർ ഒരു 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 കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. ഒരു ഉൽപ്പാദനവും ഇല്ല, കൃഷി പോലും ഇല്ല അവിടെ. 1% കണ്ടാണ് അവിടെ കൃഷി. ദേശീയ വരുമാനത്തിൻ്റെ 1% കണ്ടാണ് അവിടെ കൃഷി. ഏതെങ്കിലും ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി അവിടെ ഉള്ളതായിട്ട് കാര്യമായൊരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഇല്ല. കേരളം അതിന് പറ്റിയ ഒരു സ്ഥലമല്ല. കേരളം ഏതെങ്കിലും അളവിൽ അതിൻ്റെ സാധ്യത തെളിഞ്ഞത് ഇലക്ട്രോണിക്സ് രംഗത്താണ്. KPP നമ്പ്യാരുണ്ടായിരുന്നപ്പോൾ കെൽട്രോൺ കൊണ്ടുവന്നപ്പോൾ ഏറ്റവും വില കുറഞ്ഞ പിക്ചർ ട്യൂബ് കൊണ്ടുവന്നത് കെൽട്രോണാണ്. ഇപ്പോഴും ചില വീടുകളിൽ കെൽട്രോൺ TV ഇരിപ്പുണ്ട്. കെൽട്രോൺ റേഡിയോ അതുവരെ ഉണ്ടായിരുന്ന തൃപ്തി, ടാറ്റയുടെ തൃപ്തി എന്ന് പറയുന്ന പിന്നെ ട്രാൻസിസ്റ്ററുകളുടെയൊക്കെ സ്ഥാനത്ത് കെൽട്രോണിൻ്റെ ട്രാൻസിസ്റ്ററുകൾ സ്ഥാനം പിടിച്ചു. ഇലക്ട്രോണിക്സ് രംഗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന ഗവൺമെൻറ് ആയിരുന്നു. ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉണ്ടാക്കിയ ആദ്യത്തെ സംസ്ഥാനം കേരളമായിരുന്നു. ഈ 2 ലക്ഷം കോടിയോളം രൂപയുടെ ധാതുക്കൾ നമ്മുടെ തീരദേശത്ത് ഉണ്ട് എന്നുള്ളതാണ് വിദഗ്ധരുടെ അഭിപ്രായം. അതിനേക്കാൾ കൂടുതൽ ഞാൻ പറയുന്നത് ഇവിടെ വെള്ളമുണ്ട്. നമ്മുടെ തീരത്ത് ശുദ്ധജലമുണ്ട്. പൊന്നാനി മുതൽ നെടുമങ്ങാട് വരെയുള്ള പ്രദേശത്ത് ഭൂഗർഭ ജലമുണ്ട്. അക്വഫറുകൾ എന്ന് പറയുന്ന ഭൂമിക്കടിയിലെ ശുദ്ധജല നിക്ഷേപങ്ങളുണ്ട്. ഈ ഉപ്പ് നിറഞ്ഞ കായലിനും ഉപ്പ് നിറഞ്ഞ കടലിനും ഇടയിലുള്ള മണ്ണിൽ 6 അടി കുഴിച്ചാൽ ശുദ്ധജലം കിട്ടുന്ന സ്ഥലമുണ്ട്. നിങ്ങൾ തീരം എടുത്ത് നോക്കൂ. ഏറ്റവും കൂടുതൽ പിന്നെ പമ്പിങ് സ്റ്റേഷനുകളുള്ളത് ഈ വാട്ടർ അതോറിറ്റിക്ക് തന്നെ ഈ എറണാകുളം തൊട്ട് അങ്ങും തിരുവനന്തപുരം വരെ എടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ വാട്ടർ ടാങ്കുകൾ, ഏറ്റവും കൂടുതൽ പമ്പ് ഹൗസുകളുള്ളത് എവിടെയാണ്? തീരത്താണ്. അപ്പോൾ ഈ ജലനിക്ഷേപം എത്രയോ നൂറ്റാണ്ടുകൾ ഉപയോഗിക്കാവുന്ന ജലനിക്ഷേപം ഇവിടെയുണ്ട്. ഈ കരിമണൽ ഖനനത്തിലൂടെ ഈ ജലനിക്ഷേപങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറില്ലേ? ഇതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നം ആരാണ് പരിഹരിക്കുക? ഇത് ഉണ്ടാക്കുന്ന പിന്നെ സാമ്പത്തിക നഷ്ടം ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ എസ്റ്റുറിയൽ മൗത്തുകൾ, നദീമുഖങ്ങൾ ഒരു പ്രത്യേക ജൈവ മേഖലയാണ്. കടലിലെ ജീവികൾ വന്ന് മുട്ടയിട്ട് പോയി ആ മുട്ടയിട്ട് വരുന്ന കുഞ്ഞുങ്ങളുടെ ഫീഡിങ് ഗ്രൗണ്ടാണ്. കടലിൽ നിന്ന് വരുന്ന മത്സ്യങ്ങളുടെ ബ്രീഡിങ് ഗ്രൗണ്ടാണ്. കുഞ്ഞുങ്ങളുടെ ഫീഡിങ് ഗ്രൗണ്ടാണ്. ഈ കായലിൽ അവരുടെ ഒരു ലൈഫ് സൈക്കിൾ പൂർത്തീകരിച്ചിട്ടാണ് അവ കടലിലേക്ക് തിരിച്ചു പോവുക. എന്തിന് 20-25 വർഷത്തിലൊരിക്കലാണ് ഒരു കടലാമ പ്രായപൂർത്തിയാവാൻ 20-25 വർഷം എടുക്കും. ഇവിടെ തോട്ടപ്പള്ളിയിൽ വരുന്ന ഹൗസ്കിൽ, ഒലീവ് റിഡ്ലി തുടങ്ങിയ കടലാമകളുണ്ട്. അത് ഇവിടുന്ന് മുട്ട വിരിഞ്ഞു പോയിട്ട് പിന്നീട് ആ മുട്ട വിരിഞ്ഞുണ്ടായ കുഞ്ഞുങ്ങൾ ഈ തീരം തേടി വരികയാണ്. അവരുടെ ഈ ബ്രെയിനിൽ ഇൻസ്ക്രൈബ് ചെയ്തതുപോലെ വരികയാണ്. നമ്മുടെ സാൽമൺ മത്സ്യത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല. അവർ എവിടെയാണോ മുട്ടയിടുന്നത് അവിടേക്ക് തിരിച്ചു വരുമെന്ന് കേട്ടിട്ടില്ല. അതേപോലെയാണ് ഈ കടലാമകളുടെ സ്ഥിതി. അപ്പം അത്തരത്തിൽ ജൈവ ഇതുള്ള ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ഈ കടൽ സസ്യങ്ങൾ, ആൽഗ പോലെയുള്ള പിന്നെ നമ്മളുടെ മറ്റേ ഗ്രീൻ പ്ലാങ്ക്ടൺ, ഹരിതപ്ലവകങ്ങൾ. ഈ ഹരിതപ്ലവകങ്ങളാണ് സൂക്ഷ്മജീവികൾക്ക് ആഹാരമായി തീരുന്നത്. ചെറിയ മത്സ്യങ്ങൾക്കും പിന്നെ മത്സ്യക്കുഞ്ഞുങ്ങൾക്കും ആഹാരമായി തീരുന്നത് പ്രധാനമായിട്ട് ഈ ഹരിതപ്ലവകങ്ങളാണ്. ഇത് കടലിൽ സൃഷ്ടിക്കപ്പെടുന്നതാണ്.
ഇത് ഈ ഖനനത്തിലൂടെ നഷ്ടപ്പെടും. കടൽ കലങ്ങിപ്പോകും. കടലിലുണ്ടാകുന്ന കലക്കങ്ങൾക്ക് അടിയാൻ ഒത്തിരി കാലം എടുക്കും. കാരണം കടൽ സദാ പ്രക്ഷുബ്ധമാണ്. ഞാനപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ മിഷൻ സമുദ്രയ്ക്ക് വേണ്ടി 400 കോടി രൂപയോളമാണ് സർക്കാർ DPRന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. അതെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതിനെതിരെ എന്തെങ്കിലും ഒരു നിയമ നടപടികൾ പാരിസ്ഥിതിക പ്രവർത്തകർ ആരംഭിച്ചിട്ടുണ്ടോ? നമ്മളതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പുലിമുട്ടുകളും ഇത്തരത്തിലുള്ള തുറമുഖങ്ങളും അതിൻ്റെയും ആവശ്യമില്ല. തീരത്തെ ഇൻ്ററപ്ഷൻസ് ഉണ്ടാക്കും, തീരെ ജീവിതം അസാധ്യമാക്കി തീർക്കും. 2 മൈനിങ് കുഴപ്പങ്ങൾ സൃഷ്ടിക്കും. 3 മത്സ്യബന്ധന രംഗത്തുണ്ടാകുന്ന വലിയ മൂലധന നിക്ഷേപങ്ങൾ സാധാരണ ചെറുകിട മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ, മത്സ്യത്തൊഴിലാളികളെ ഈ രംഗത്ത് നിന്ന് പുറന്തള്ളും. സീ ലോജിസ്റ്റിക്സ് കോറിഡോറിനെ കുറിച്ചൊക്കെയാണ് നമ്മുടെ CM സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കോറിഡോർ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇതിപ്പോൾ ഈ സൂക്ഷ്മ മൂലകങ്ങളുടെ അപൂർവ ധാതുക്കളുടെ ഖനനം സൃഷ്ടിക്കുന്നത് ഭയങ്കരമായ പാരിസ്ഥിതിക ദുരന്തമാണ്. ഇത് ഞാൻ പറഞ്ഞത് ഏറ്റവും വികസിതമായ അമേരിക്കയിലോ ചൈനയിലോ പോലും സുരക്ഷിതമായി ഈ മൈനിങ് നടക്കുന്നില്ല. അവര് സത്യത്തിൽ എന്ത് മൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഈ ധാതു മണൽ മൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അവര് റൂട്ടയിൽ കിട്ടാനാണ് ആഗ്രഹിക്കുന്നത്. റൂട്ടയിലും അതേപോലെ തന്നെ മോണസൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന സംഗതികളും കിട്ടാനാണ് അവർ ആഗ്രഹിക്കുന്നത്. നിയോഡൈമിയം പോലെ, പ്രാസിയോഡൈമിയം പോലെ, സമേറിയം പോലെ, ലിത്യം പോലെയുള്ള ലാന്തനൈഡുകൾ കിട്ടാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് അവരുടെ നാട്ടിൽ ഇത് അവർ ചെയ്യാൻ സത്യത്തിൽ ഉദ്ദേശിക്കുന്നില്ല. അവരുദ്ദേശിക്കുന്നത് ഇതേപോലുള്ള സ്ഥലങ്ങളിൽ. അതുകൊണ്ട് ഇതിൻ്റെ ഈ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ 2025 ക്രിട്ടിക്കൽ മിനറൽ മിഷൻ, ആ മിനറൽ മിഷൻ സ്ഥാപിക്കാൻ വേണ്ടി 2023 ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഖനന നിയമം പൊളിച്ചെഴുതി 12 മൂലകങ്ങളെ റെയർ എർത്ത് മൂലകങ്ങളായി പ്രഖ്യാപിച്ചിരുന്നിടത്ത് അത് 6 മൂലകങ്ങളാക്കി കുറച്ചു. എന്നിട്ടിത് മൈൻ ചെയ്യുന്നതിനുള്ള ഇത് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ അദാനിയും മറ്റും പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ മോണസൈറ്റ് ബെയറിംഗ് ആയിട്ടുള്ള സാൻഡ് ആണ് അവർക്ക് വേണ്ടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് അപകടകരമായൊരു സംഗതിയാണ്. ഇപ്പോൾ മോണസൈറ്റ് മിൽ ടെയിലിങ്സ് മോണസൈറ്റ് പ്രോസസ്സ് ചെയ്യുമ്പോഴുണ്ടാകുന്ന അവശിഷ്ടങ്ങളെ, മാലിന്യങ്ങളെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് മോണസൈറ്റ് മിൽ ടെയിലിങ്സ്. ഇത് നമ്മളുടെ തീരത്തിന് താങ്ങാൻ പറ്റില്ല. ഇപ്പം ഇവർ പറയുന്നത് എന്താണ്, പുതിയ നയത്തിൽ പറയുന്നത് എന്താണ്? മൈനിങ് സെപ്പറേഷൻ, പ്രോസസ്സിങ് ആൻഡ് മാനുഫാക്ചറിങ്, ഖനനം, വേർതിരിക്കൽ, സംസ്കരണം, നിർമ്മാണം ഇതെവിടെ നടത്തണം? തീരത്ത് നടത്തണം. എന്നിട്ടോ ലോജിസ്റ്റിക്സിൻ്റെ ചെലവ് കുറയ്ക്കാൻ വേണ്ടി, ഗതാഗത ചെലവ് കുറയ്ക്കാൻ വേണ്ടി നേരിട്ടിത് കപ്പലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. പണ്ടത്തെ മൈനിങ്ങിൻ്റെ രീതി ഡിഗ് ആൻഡ് ഡംപായിരുന്നു. കുഴിച്ചെടുക്കുക, ഡംപ് ചെയ്യുക. ഇപ്പം അതല്ല. ഇപ്പം അത് നേരെ ഷിപ്പിലേക്ക് കൊടുക്കാനാണ് പറയുന്നത്. ഈ പ്രക്രിയകളെല്ലാം ഒരിടത്ത് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പാരിസ്ഥിതിക ദുരന്തം എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും സർക്കാർ ഒരു പഠനം നടത്താതെയാണോ ഈ പദ്ധതിയുടെ പ്രഖ്യാപനം നടന്നിട്ടുള്ളത്? നമ്മുടെ ശാസ്ത്രലോകത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ റിസർച്ചും ഡെവലപ്മെൻറ്റും ഒക്കെ ഇന്ന് സുതാര്യമല്ല. മാനിപ്പുലേഷൻസ് ഉണ്ട്.
മാനിപ്പുലേഷൻസ് ഉണ്ട്. ഒത്തിരി കുഞ്ഞുങ്ങൾ ഇപ്പോഴും ഈ തീരദേശത്തെക്കുറിച്ച് റിസർച്ച് നടത്തുന്നുണ്ട്. ആയിരക്കണക്കിന് പേപ്പറുകൾ റിസർച്ച് ഗേറ്റ് പോലെയുള്ള വെബ്സൈറ്റുകളിൽ കാണാം. ആയിരക്കണക്കിന് റിസർച്ച് പേപ്പറുകളുണ്ട്. കാര്യങ്ങളൊന്നും പുറത്തു വരുന്നില്ല. ചാണകത്തിനകത്ത് പിന്നെ മരുന്നുണ്ടെന്ന് പറയുന്ന ആളുകൾ ഞാൻ കളിയാക്കാൻ വേണ്ടി, ഞാൻ ആരുടെയും വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഒരു ശാസ്ത്രജ്ഞനത് പറഞ്ഞുകൂടെ? ബാക്ടീരിയകളിൽ നിന്ന് നമ്മൾ മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട്. അലക്സാണ്ടർ ഫ്ലെമിങ് പിന്നെ നമ്മുടെ പെൻസിലിൻ കണ്ടുപിടിച്ചത് ബാക്ടീരിയകളിൽ നിന്നാണ്. സോ വാട്ട്? പക്ഷെ ശാസ്ത്രത്തിൻ്റെ രീതി അതല്ലല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ അമേരിക്കയിൽ നമ്മൾ അവരുടെ സൈറ്റുകളിൽ നമ്മൾ പോകണം. നമ്മുടെ സൈറ്റുകളിലൂടെ അങ്ങോട്ടല്ല പോകേണ്ടത്. അവിടുത്തെ സൈറ്റുകളിലൂടെ നമ്മളവിടെ ചെല്ലണം. എന്നിട്ട് അവിടുത്തെ പിന്നെ ഡീപ്പ് സെർച്ച് നടത്തണം. അതിനാധാരമായ പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം, പഠനങ്ങൾ നമ്മൾ വായിക്കണം. ChatGPT അതല്ലെങ്കിൽ നമ്മളുടെ മറ്റേ ജെമിനിയോ തരുന്ന വിവരങ്ങളല്ല, റെഫർ ചെയ്യുന്ന പുസ്തകങ്ങൾ. ഞാനിപ്പോൾ കാര്യം ചോദിച്ചേ, ഇപ്പം കരിമണൽ ഖനനം ഒരു വശത്ത്, മറുവശത്ത് തീരദേശത്തുകൂടിയുള്ള ഈ ഒരു വലിയ മിഷൻ സമുദ്ര, ഇതപ്പോൾ കേരളത്തിനുണ്ടാക്കുന്ന ഒരു പരിസ്ഥിതി പ്രത്യാഘാതം എത്ര വലുതായിരിക്കും? കേരളം ഇല്ലാതാകും. കേരളത്തിന് പറ്റിയതല്ല ഇത്. കേരളത്തിന് പറ്റിയതല്ല ഈ മിനറൽ കോറിഡോർ. ഇത് കേരളത്തിന് വളരെ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയല്ലേ മിനറൽ കോറിഡോർ എന്ന് പറയുന്നത്? അതെ അതെ, ഡെഡിക്കേറ്റഡ് മിനറൽ കോറിഡോർ ഇവർ 29-ാം തീയതി, ജനുവരി 29-ാം തീയതി പ്രഖ്യാപിച്ച സംസ്ഥാന ബജറ്റിൽ പിണറായി വിജയൻ്റെ ബജറ്റിൽ KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിനകത്ത് എന്തുണ്ടായിരുന്നു? ഈ മിനറൽ കോറിഡോർ പദ്ധതി ഉണ്ടായിരുന്നു. ഫെബ്രുവരി 1-ാം തീയതി പ്രഖ്യാപിച്ച കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൽ കേരളത്തിനുള്ള ഒരേ ഒരു പ്രോജക്റ്റ് ഈ പ്രോജക്റ്റായിരുന്നു. ഇപ്പോൾ മെനഞ്ഞാന്ന് പോയി ചന്ദ്രബാബു നായിഡുവിൻ്റെ നാട്ടിൽ ചെന്നിട്ട്, ആന്ധ്രയിൽ ചെന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നടത്തിയ പ്രഖ്യാപനത്തിലും മിനറൽ കോറിഡോറാണുള്ളത്. ഇവിടെ മണവാളക്കുറിച്ചി മുതൽ തൂത്തുക്കുടി വരെയുള്ള ഒരു മിനറൽ കോറിഡോറിനെ കുറിച്ച് തമിഴ്നാട്ടിലും പരിപാടി നടക്കുന്നുണ്ട്. അവിടെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഈ വിജയ് തരംഗത്തിനിടയിലും ഈ കന്യാകുമാരി കേന്ദ്രീകരിച്ച് വലിയ ജനകീയ സമരങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ആന്ധ്രയിൽ വിശാഖപട്ടണം മുതൽ ശ്രീകാകുളം വരെയുള്ള പ്രദേശത്ത് ഒരു മിനറൽ കോറിഡോർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറീസയിൽ ജാംഷഡ്പൂർ മുതൽ പുരി വരെയുള്ള പ്രദേശത്ത് ഒരു മിനറൽ കോറിഡോർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ആർക്കോ ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഇതിപ്പോൾ മധ്യ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കൽക്കരി ഖനികൾ മുഴുവൻ ഒരാളിൻ്റെ കയ്യിലാണ്, അദാനിയുടെ കയ്യിലാണ്. ഇപ്പോൾ അമേരിക്കയിൽ ടെന്നസി എന്ന് പറയുന്ന സ്ഥലത്ത് 27,000 കോടി ഡോളറിൻ്റെ ഒരു വലിയ പെട്രോ കെമിക്കൽ പ്രോജക്റ്റ് സ്ഥാപിക്കുന്നുണ്ട്. അത് അംബാനിക്ക് വേണ്ടി സ്ഥാപിക്കുന്നതാണ്. ഇപ്പോൾ അർജൻറ്റീനയിൽ 15,000 ഹെക്ടർ സ്ഥലം കബിൽ ഖനിജ് വിദേശ് ഇന്ത്യ ലിമിറ്റഡ്, വിദേശ രാജ്യത്തെ ഖനനം നടത്താൻ വേണ്ടി നമ്മുടെ ഖനി വകുപ്പിൻ്റെ കീഴിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കമ്പനിയാണ് കബിൽ. അവർ പോയി എവിടെ പോയി സ്ഥലം വാങ്ങിച്ചിട്ടിരിക്കുകയാണ്? അർജൻറ്റീനയിൽ 15,000 ഹെക്ടർ സ്ഥലമാണ്. അവിടെ ആർക്കാണ് പ്രാമുഖ്യം? സ്വകാര്യ മൂലധനത്തിനാണ്. ഇപ്പം ഇവിടെ ഈ പ്രോജക്റ്റുകളിലും സ്വകാര്യ മൂലധനത്തിനായിരിക്കും പ്രാമുഖ്യം. തീർച്ചയായിട്ടും
അതിൻ്റെ നടത്തിപ്പുകാരെന്ന നിലയിൽ പിന്നെ നടത്തിപ്പുകാർ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇത് ചെയ്തു കൊടുക്കണം. അതിൻ്റെ മേൽനോട്ട ചുമതല എന്ന് പറയുന്നത് ഖനി വകുപ്പാണ്. ഖനി വകുപ്പിൻ്റെ ഒരു ക്യാബിനറ്റ് സെക്രട്ടറി ആയിരിക്കണം അതിൻ്റെ ചെയർമാൻ. അപ്പോൾ ഇത് പരമാവധി വിദേശ വ്യാപാരത്തെ സഹായിക്കുന്ന ഒന്നായിരിക്കണം ഇത്. ഇപ്പം ഇവർ ഈ പറയുന്നത് പോലെയുള്ള സംഗതികളൊന്നും ഇതിനാവശ്യമില്ല. ഇത് ഈ പറയുന്ന സംഗതികളൊക്കെ തന്നെ ഈ റെയർ എർത്ത് ഉൽപ്പന്നങ്ങളുടെ ഭാവി വളരെ, അതിൻ്റെ ഭാവിയല്ല, അതിൻ്റെ ഒരു ഡ്യൂറേഷൻ, അതിൻ്റെ ഒരു കാലാവധി, ഒരു ലൈഫ് പീരീഡ് വളരെ കുറവാണ്. നമ്മുടെ എമർജൻസി ലാമ്പുകളുടെ സ്ഥിതി നമുക്കറിയാമല്ലോ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒല സ്കൂട്ടർ, എങ്ങനെ പേര് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല, ഷെഡിൽ കയറിയിരിക്കുന്ന ആള്. അല്ല, ഇല്ല, ഞാനിത് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ സാറിനോട് ഒരു കാര്യം കൂടി ചോദിച്ചുകൊള്ളട്ടെ. കാരണം എന്താ വെച്ചാൽ ഈ കരിമണൽ ഖനനത്തിൻ്റെ സമയത്ത് ഒരുപാട് വലിയ പോരാട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പോരാട്ടങ്ങളുടെ സമയത്ത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ഈ പറഞ്ഞ ഖനനത്തിന് അനുകൂലമായിട്ടുള്ളൊരു വിധിയാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ മിഷൻ സമുദ്ര പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ വരികയാണെങ്കിൽ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് കേരളത്തിലെ പൊതുസമൂഹത്തോട് ഈ മിഷൻ സമുദ്രയെക്കുറിച്ചും ഈ കരിമണൽ ഖനനത്തെക്കുറിച്ചും ഒരു അഡ്വൈസ് നൽകാനുള്ളത്? ഒന്ന്, ഞാനിപ്പം മിഷൻ സമുദ്ര മത്സ്യത്തൊഴിലാളി സമൂഹത്തിലുണ്ടാക്കുന്ന കുഴപ്പത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളി സമൂഹം ഉള്ളത് ഇന്ത്യയിലാണ്. ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്ത് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരളത്തിൽ ഇന്ത്യയിലാണ്. 75,000 കോടി രൂപയോളം സംഗതികളാണ്. കേരളം അതിൽ പ്രധാനപ്പെട്ട ഒരു ഹബ്ബാണ്. അപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം അവരെവിടെ പോകും? ഈ തീരെ ഉപേക്ഷിച്ച് അവരെവിടെ പോകും? ഇതിനുള്ള മറുപടി എന്താണ്? ഇതിങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമോ? കേരളം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ കേവലം 1.2% കേരളത്തിൻ്റെ ഭൂവിസ്തൃതി. തീർച്ചയായിട്ടും. ഈ കേവലം 1% വരുന്ന ഭൂവിസ്തൃതി എന്ന് പറയുന്നത് ഈ നമ്മുടെയൊക്കെ മാതൃഭൂമി, നമ്മുടെയൊക്കെ ഈ സ്ഥലമോ, നമ്മളൊക്കെ ജനിച്ചു വളർന്ന സ്ഥലമോ, നമ്മൾക്കിത് ഖനനത്തിന് വിട്ടുകൊടുക്കാനില്ല. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള, തീരദേശ ജനസംഖ്യയുള്ള സ്ഥലമാണ് ഈ കേരളം എന്ന് പറയുന്നത്. ഇത്രയും ഡെൻസിറ്റി ഉള്ള സ്ഥലങ്ങൾ വേറെ എവിടെയുണ്ട്? ഏഷ്യയിലെ ഏറ്റവും ഡെൻസായിട്ടുള്ള കോസ്റ്റൽ വില്ലേജുകളുള്ളത് എവിടെയാണ്? ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ വില്ലേജുകളാണ്. സാറിനെ പോലുള്ള പ്രകൃതി സ്നേഹികളോടും അല്ലെങ്കിൽ വരാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ചൊക്കെ പറയുകയും ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ ഇവിടുത്തെ വികസന വിരോധികളായിട്ട് മാറാൻ സാധ്യതയില്ലേ? വികസനം ആർക്ക് വേണ്ടി എന്നുള്ള ഒരു ചോദ്യമില്ലേ? നിങ്ങൾക്ക് വികസിപ്പിക്കാൻ കഴിഞ്ഞോ? ഇക്കാലം അത്രയുമുള്ള പ്രഖ്യാപനങ്ങളിലൂടെ, പ്രവർത്തികളിലൂടെ നമ്മുടെ നാടിനെ വികസിപ്പിക്കാൻ കഴിഞ്ഞു. ഇന്ത്യയുടെ ഗ്രേറ്റ് മിനറൽ ബെൽറ്റ് ഇന്ത്യക്കുണ്ട്. 13ഓളം ഭൂപ്രകൃതി നാച്ചുറൽ റീജിയൻസ് ഉണ്ട്, ഭൂപ്രകൃതി മേഖലകളുണ്ട്, പ്രകൃതി മേഖലകളുണ്ട്. ലോകത്തിലെ എല്ലാ തരം കാലാവസ്ഥകളും ഉണ്ട് ഇന്ത്യയിൽ. മരുഭൂമി മുതൽ മഞ്ഞു മൂടിക്കിടക്കുന്ന ഹിമാലയം വരെ, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മേഘാലയ വരെ ഉള്ള സ്ഥലങ്ങളുണ്ട്. ഉഷ്ണമേഖല മുതൽ ശൈത്യമേഖല വരെയുണ്ട്. അതിനേക്കാൾ ഉപരി ലോകത്തിൽ ഏറ്റവും വലിയ അധ്വാന ശക്തിയുണ്ട്. അവിടെ നടത്തുന്ന വ്യവസായം എന്താ പറയുന്നത്? നിങ്ങൾ ആക്രി വ്യവസായം നടത്താനാണ് പറയുന്നത്. ഇതിനകത്തെ ഞാനീ പറഞ്ഞ കാര്യത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് എന്താണ്? ഈ റെയർ എർത്ത് മൂലകങ്ങൾ ഇതിൽ നിന്ന് വേർതിരിക്കണോ? വേസ്റ്റിൽ നിന്ന്. ഏത് വേസ്റ്റിൽ നിന്ന്? ബ്ലാക്ക് മാസ് എന്ന് പറയുന്ന സംഗതി ഈ ബാറ്ററിയൊക്കെ ഉൾപ്പെടുന്ന സാധനമാണ്. ഇത് ഇവൻ്റെ രാജ്യത്ത് ചെയ്യത്തില്ല. കപ്പലുകൾ ഉടയ്ക്കുന്ന ഷിപ്പ് ബ്രേക്കിംഗ് ഇൻഡസ്ട്രി, ഇലക്ട്രോണിക്സ് വേസ്റ്റ്, വേസ്റ്റ് ഇതിവിടെ കൈകാര്യം ചെയ്യണം. അതൊരു വലിയൊരു ഇൻഡസ്ട്രി ആക്കി ഉടനടി മാറ്റണം എന്നാണ് പറയുന്നത്. ഇതിനെതിരെ ഇത് ബംഗാളിൽ സ്ഥാപിക്കാൻ വന്നു. ആരാ?
സാലിം ഗ്രൂപ്പ് ഓർക്കണം, ഇലക്ട്രോണിക് വേസ്റ്റ് ഉപയോഗിച്ച് ഈ വേസ്റ്റിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സംഗതിയായിരുന്നു നന്ദിഗ്രാമിലെ ഇന്ത്യയിലെ ആദ്യത്തെ സ്പെഷ്യൽ ഇക്കോണമിക് സോൺ. അത് കർഷകരതിനെ ചെറുത്തു തോൽപ്പിച്ചു. അപ്പം നമ്മൾക്ക് വേണ്ടുന്ന വികസനം പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന, മനുഷ്യനുമായി ചേർന്ന് നിൽക്കുന്ന, മനുഷ്യൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് വേണ്ടത്. ആർത്തി കൊണ്ട് ചില കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നടത്തുന്ന സംഗതി അല്ല വികസനം. ഒരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ കമ്മട്ടിപ്പാടം സിനിമ കണ്ടാണ്, എറണാകുളത്തിൻ്റെ ചരിത്രമാണ്. എറണാകുളത്തെ ആദ്യത്തെ ആളുകളൊക്കെ എവിടെ പോയി? അവരെവിടെയാണ് പോയി മറഞ്ഞത്? ഈ മത്സ്യത്തൊഴിലാളികൾ എവിടെ പോയി മറയും? മനുഷ്യനെവിടെ പോവും? കിടക്കുന്നു, മല പൊട്ടി വരും, ഇടനാട്ടിൽ മുഴുവൻ വെള്ളപ്പൊക്കം, തീരദേശത്ത് ഖനനവും മറ്റു പ്രോജക്റ്റുകളും എല്ലാം വരും. മനുഷ്യൻ എവിടെ പോയി ജീവിക്കും? മനുഷ്യന് ജീവിക്കാനിടം വേണ്ടേ? അപ്പം മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വികസനമാണ് ഏതൊരു ഭരണാധികാരിയും വിഭാവന ചെയ്യേണ്ടത്. എങ്കിലും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കരിമണൽ ഖനനത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ മിഷൻ സമുദ്രയെക്കുറിച്ചും വെള്ളപ്പൊക്കത്തെക്കുറിച്ചും നമ്മളുടെ നദികളുടെ ഘടനയെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരുപാട് നന്ദി. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.